നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 779th day. Today, first sloka of Pradhamaskandam, 8th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. 779 ദിവസം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകമാണ് ഇന്ന്. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. 1ാമത്തെ ശ്ലോകം. ഓം സൂത ഉവാച അദദേ സംവരീതാനാം സ്വാനാമുദകമിച്ഛതാം ദാതും സ കൃഷ്ണ ഗംഗായാം പുരസ്കൃത്യ യയുസ്ത്രിയ. ഓം തത്സത്. അദദേ സംവരീതാനാം സ്വാനാമുദകമിച്ഛതാം ദാതും സ കൃഷ്ണ ഗംഗായാം പുരസ്കൃത്യ യയുസ്ത്രിയ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് അദ തേ സംവരേതാനാം സ്വാനാം ഉദകം ഇച്ഛതാം ദാതും സ കൃഷ്ണ ഗംഗായാം പുരസ്കൃത്യ യയു സ്ത്രീയഃ. അതായത് അനന്തരം സൂതൻ പറഞ്ഞു, അനന്തരം പാണ്ഡവന്മാർ മരിച്ചുപോയ മക്കൾക്ക് ഉദകക്രിയ ചെയ്യുവാൻ വേണ്ടി ശ്രീകൃഷ്ണനോട് കൂടെ ചേർന്ന് സ്ത്രീകളെ മുൻനടത്തിക്കൊണ്ട് ഗംഗയിലേക്ക് പോയി. ഉദകക്രിയയ്ക്ക് സ്ത്രീകൾക്ക് മുൻസ്ഥാനം ഉണ്ട് എന്നുകൂടി വാക്കുകളുടെ അർത്ഥം. അധ അനന്തരം തേ അവർ സ കൃഷ്ണ കൃഷ്ണാസഹിതയായിട്ട്, അതായത് പാണ്ഡവൻ കൃഷ്ണൻ്റെ കൂടെ സ കൃഷ്ണ കൃഷ്ണൻ സഹിതനായിട്ട് കൃഷ്ണനോടുകൂടി സംവരേതാന മരിച്ചവരും ഉദകം ജലത്തെ ഇച്ഛതാം ഇച്ഛിക്കുന്നവരുമായ മരിച്ചവർ ജലത്തെ ഇച്ഛിക്കുന്നു എന്നാണ് ഇതിൽ കൂടി പറഞ്ഞത്. സ്വാനാം സ്വപുത്രന്മാർക്ക് ദാതും കൊടുപ്പാനായിക്കൊണ്ട് സ്ത്രീയഃ സ്ത്രീകളെ പുരസ്കൃത്യ മുൻനടത്തിക്കൊണ്ട്, പുരസ്കൃത്യ എന്നും മുൻനടത്തിക്കൊണ്ട് ഗംഗായാം ഗംഗയെ യയു യാനം ചെയ്തു, യാത്ര ചെയ്തു. അതാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണനെ കൂടി ചേർന്ന് സ്ത്രീകളെ മുൻനടത്തിക്കൊണ്ട് പാണ്ഡവന്മാർ മരിച്ച പുത്രന്മാർക്ക് ഉദകക്രിയയ്ക്ക് വെള്ളം കൊടുത്തിട്ട് ചെയ്യുന്നതിനാണ്, വെള്ളം സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് ഉദകക്രിയ ചെയ്യുക എന്ന് പറയുക. മരിച്ചുപോയവർ വെള്ളത്തെ ഇച്ഛിക്കുന്നവരാണ് എന്നുകൂടി ഈ ശ്ലോകത്തിലൂടെ കാണിക്കുകയാണ്. മരിച്ചുപോയവരും ജലത്തെ ഇച്ഛിക്കുന്നവരുമായിട്ടുള്ള സ്വന്തം പുത്രന്മാർക്ക് ഉദകക്രിയ ചെയ്യാനായിക്കൊണ്ട് ഗംഗയിലേക്ക് പോയി എന്നാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. മരിച്ചവർക്ക് ആ ക്രിയകൾ ചെയ്യേണ്ടത് എത്ര മുഖ്യമാണ്. അത് വയസ്സിൽ കുറഞ്ഞവരായാലും അവർക്ക് ഉദകക്രിയ ചെയ്യണം. അവർക്ക് ജലം സമർപ്പിക്കുന്നത് വളരെ മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ്.
എന്നൊക്കെ നമുക്ക് ഈ ശ്ലോകത്തിൽ കൂടി പറഞ്ഞു തരികയാണ്. സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട സൂതൻ, ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് കേട്ട സൂതൻ ഇപ്പോൾ കലികാലത്ത് കലിദോഷം അകറ്റുവാനായിട്ട് നൈമിശാരണ്യത്തിൽ വെച്ച് ശൗനകാദികൾക്ക് ശ്രീമദ് മഹാഭാഗവതം താൻ കേട്ടത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്രകാരം ചെയ്തത് അവർ കഴിഞ്ഞ ശ്ലോകത്തിൽ പുത്രന്മാരുടെ നാശനിമിത്തം ദുഃഖിച്ചിരുന്ന പാണ്ഡവന്മാർ അവരുടെ ശവദാഹാദി ക്രിയകളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം ആ പുത്രന്മാരുടെ ഉദകക്രിയ ചെയ്യാനായിട്ട് ഗംഗയിലേക്ക് സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് കൂടിയിട്ട് എല്ലാവരും ചെന്നു എന്ന് പറയുകയാണ്. സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം നൽകണം എന്ന സ്മൃതി കൂടി ഇവിടെ പുരസ്കരിച്ചതാണെന്ന് നമുക്ക് കാണാം. ശ്ലോകം ഒരിക്കൽ കൂടി. സൂതാ ഉവാച അദദേശംബരേതാനാം സ്വാനാമുദകമിച്ഛതാം ദാതും ശ്രീകൃഷ്ണ ഗംഗായാം പുരസ്കൃത്യ യയുസ്ത്രിയഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.